Hello, dear children. Good morning. Welcome back to our class. How are you? I hope all are fine. Today I am going to take a new chapter, our fifth chapter. The title of this chapter is Economic Sources, means Sambathiga Srodassugal. Let us start. You might have heard of the project Sambhurna. What is Sambhurna? What is Sambhurna? Sambhurna is a project which collects and records all details related to every student of a school. That is Sambhurna. This is a sample of the details of parents' occupation recorded by a teacher as part of Sambhurna. ഒരു ടീച്ചർ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ചെയ്യുന്ന തൊഴിലുകൾ പട്ടികപ്പെടുത്തിയതാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. യു മേ ബി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് ഒക്യുപ്പേഷൻസ് അല്ലേ? ഈ ജോലികളെല്ലാം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഓൾ ഒക്യുപ്പേഷൻസ് ആർ കോൾഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ബിക്കോസ് ദേ ജനറേറ്റ് ഇൻകം. എല്ലാ ഒക്യുപ്പേഷൻസിനും ഈ ജോലികളെ ആണ് എന്ത് പറയുന്നത്? ഇക്കണോമിക് ആക്ടിവിറ്റീസ്. എന്തുകൊണ്ടെന്നാൽ അതെന്താണ്? വരുമാനം ഉണ്ടാക്കുന്നു. ഓൾ ഒക്യുപ്പേഷൻസ് ആർ കോൾഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ബിക്കോസ് ദേ ജനറേറ്റ് ഇൻകം. നിങ്ങളുടെ ചുറ്റിലും ഇതുപോലെ ധാരാളം സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ഒക്യുപ്പേഷൻസ് ആണ്? ഫാമിംഗ്, എംപ്ലോയിഡ് അറ്റ് ഹോട്ടൽസ്, ടീച്ചിങ്, എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ്, ഗവൺമെന്റ് സർവീസ്, മെഡിക്കൽ ഫീൽഡ്. ഇതുകൂടാതെ ധാരാളം ഒക്യുപ്പേഷൻസ് ഉണ്ട്. പെയിന്റിങ്, ഫിഷിംഗ്, മൈനിങ്, ഡ്രൈവിംഗ് എക്സെട്ര അല്ലേ? ഇനി ഈ ഒക്യുപ്പേഷൻസിൽ അല്ലെങ്കിൽ ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ചിലത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ആ ടേബിൾ നന്നായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ മറ്റ് ഏതൊക്കെ മേഖലകളിലെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താനാകുക? വ്യവസായം അല്ലെങ്കിൽ ഇൻഡസ്ട്രി, സർവീസസ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നോക്കുക, എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് അതെന്താണ്? ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഗവൺമെന്റ് സർവീസ്, മെഡിക്കൽ ഫീൽഡ്, ടീച്ചിങ് അതൊക്കെ എന്താണ്? സർവീസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അഗ്രികൾച്ചറൽ സെക്ടർ, അതുപോലെ ഇൻഡസ്ട്രി, അതുപോലെ സർവീസ്. അത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടത്, ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടത്, സർവീസ് ആയിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്. അണ്ടർസ്റ്റാൻഡ്? All occupations are called economic activities because they generate income. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് CSO ഹാസ് ക്ലാസിഫൈഡ് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടർ. അതായത് ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ CSO മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേർഷ്യറി സെക്ടർ. The sector involving activities making direct use of natural resources is called primary sector. As activities related to agriculture form a major part of it, this sector is also called agricultural sector. അതായത് നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സെക്ടറിനെയാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. കൃഷിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഈ സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. എക്സാമ്പിൾസ്: അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്, ഇതെല്ലാം ഏത് പെടുന്നത്? പ്രൈമറി സെക്ടറിലാണ് പെടുന്നത്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സെക്ടറാണ്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാണ്? അഗ്രികൾച്ചറൽ സെക്ടറിനാണ്. അഗ്രികൾച്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, സെക്കൻഡറി സെക്ടർ ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ.
There are economic activities that manufacture goods making use of the products of primary sector as the raw materials. As it gives more importance to industrial activities, it is also called the industrial sector. അതായത് പ്രൈമറി സെക്ടറിലെ പ്രോഡക്ട്സ് റോ മെറ്റീരിയലായി ഉപയോഗിച്ച് പുതിയ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സെക്ടറിനെയാണെന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ. ഈ സെക്കൻഡറി സെക്ടറിൽ ഇൻഡസ്ട്രിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സെക്കൻഡറി സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും വിളിക്കും. എക്സാമ്പിൾസ്: ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി മീൻസ് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നമ്മുടെ കെട്ടിട നിർമ്മാണങ്ങൾ, അതായത് വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, ഇതൊക്കെ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. സെക്കൻഡറി സെക്ടർ ഓൾസോ കോൾഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ടെർഷ്യറി സെക്ടർ ഓർ സർവീസ് സെക്ടർ. Service sector collects and distributes products of primary and secondary sectors. In addition to this, service sector includes education, transport, banking, IT, etc. Tertiary sector includes all services. It is also called service sector. അതായത് നമ്മളെ പ്രൈമറി, സെക്കൻഡറി ഇവയുടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഈ ടേർഷ്യറി സെക്ടറിലെ പ്രവർത്തനങ്ങളാണ്. ടേർഷ്യറി സെക്ടറിൽ ഇതിന് പുറമെ വിദ്യാഭ്യാസം, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, IT എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ടേർഷ്യറി സെക്ടറിനെ സർവീസ് സെക്ടർ എന്നുകൂടി വിളിക്കുന്നുണ്ട്. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് ഈ ടേർഷ്യറി സെക്ടർ. അതുകൊണ്ട് ഇതിനെ സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല എന്നും വിളിക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്നത് ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടല്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, പ്രൊക്യൂർമെൻറ്റ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസ്, ഇതെല്ലാം ഉൾപ്പെടുന്നത് ഈ ടേർഷ്യറി സെക്ടറിലാണ്. CSO has classified the economic activities included in the primary, secondary and tertiary sectors. First, primary sector. Agricultural and allied activities, forestry, fishing, mining. Secondary sector or industrial sector. Industry, generation of electricity, building, construction. Third, tertiary sector or service sector. Trade, transport, hotel, communication, procurement, banking, insurance, business, real estate, social services. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സമ്പൂർണ്ണ, ഇക്കണോമിക് ആക്ടിവിറ്റീസ്, primary sector, secondary sector and tertiary sector. Today's class is over. I hope all of you got my class. Thank you.